ഞാനൊരു കാര്യം പറയട്ടെ? പറഞ്ഞോളൂ. എനിക്ക് നാണമോ? നിന്ന് കൊഞ്ചാതെ. അത് വളരെ സൂക്ഷിക്കണം. കൂടെ കൂടെ ഡോക്ടറെ പോയി കാണണം. കാപ്പി. പിന്നെ ഒരു സൂത്രം കേൾക്കണോ? എന്താ? കേൾക്കുന്നില്ലേ? ഇല്ല. ഇല്ലേ? ഇപ്പോഴോ? ആ, കേൾക്കുന്നുണ്ട്. സൂക്ഷിക്കണം. കുനിയാൻ പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നീ പേപ്പറും എടുത്തുണ്ടോ? അച്ഛന് കാപ്പി കൊടുത്തു? കൊണ്ടുപോയി. ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പേരെന്താ? രാജു. രാജു ഇവിടെ തന്നെയാണോ ജനിച്ചു വളർന്നത്? ഞാനിവിടെ മുമ്പൊരിക്കൽ വന്നിട്ടുണ്ട്. അന്ന് ഞാനൊരു കൈക്കുഞ്ഞായിരുന്നു. ഞാനും കൊച്ചിലെ കൈക്കുഞ്ഞായിരുന്നു. രാജു എന്നെ കളിയാക്കിയതാണ്. എന്നാലും എനിക്കിഷ്ടമായി. ഞാൻ പോട്ടെ. രാജു, കുറച്ച് ചായ ഒഴിച്ചതാ. രാജുവിന്റെ കൈ വിറയ്ക്കുന്നു. എന്തിനാ രാജു എന്നെയൊക്കെ എങ്ങനെ പേടിക്കുന്നത്? നമ്മൾ രണ്ടുപേരും കൊച്ചിലെ കൈക്കുഞ്ഞായിരുന്നവരല്ലേ. ഇപ്പൊ സ്വല്പം വലുതായി, അത്രയല്ലേ ഉള്ളൂ. അച്ഛനെന്താ കാപ്പിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചത്? ഒന്നും വേണ്ട. ഇതാ. എനിക്കിവിടമൊക്കെ ആരാ കാണിച്ചു തരിക? അച്ഛൻ വരുമോ? ഇവിടെ എങ്ങനെ വിശേഷിച്ചൊന്നും കാണാനില്ല. അമ്മ വീണു മരിച്ചത്? വിധു, നിന്റെ അമ്മയുടെ കാര്യത്തിൽ നിന്നെക്കാളേറെ ഞാൻ വേദനിക്കും. നീ എപ്പോഴും അക്കാര്യം പറഞ്ഞ് എന്നെ കൂടുതൽ വേദനിപ്പിക്കരുത്. ശരി അച്ഛ. എന്താ കുഞ്ഞെ ഈ വഴി? വെറുതെ ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കാണാൻ ഇറങ്ങിയതാ. ഓഹോ,
ബാച്ചൻ എവിടെയാണ് താമസിക്കുന്നത്? അതാ അവിടെ. മുമ്പൊരിക്കൽ എന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നിരുന്നു. ആ, ഓർക്കുന്നുണ്ട് കുഞ്ഞെ. എന്റെ അമ്മ ഇവിടെ എവിടെയോ കാൽത്തട്ടി വീണ മരിച്ചെന്ന് പറയുന്നു. അതെ കുഞ്ഞെ, അതെ. അതെവിടെയാ? ആ സ്ഥലം ഒന്ന് കാണിച്ചു തരുമോ? എനിക്ക് അതൊന്നും അറിഞ്ഞുകൂടാ കുഞ്ഞെ. ആ സ്ഥലം ഞാനെങ്ങനെ അറിയാനാ? എനിക്ക് അറിഞ്ഞൂടാ. എന്നോട് ചോദിക്കും. അനാനായി അവനാണ് പറയുന്നത്. രാജു, കുറെ കൊല്ലം മുൻപ് ഒരു സ്ത്രീ ഇവിടെ എവിടെയോ വീണു മരിച്ചു. രാജുവിനറിയാമോ? ആ, അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ സ്ഥലം ഏതാ? എനിക്കൊന്ന് കാണിച്ചു തരാമോ? എന്തിനാ സ്ഥലം കാണുന്നത്? മരിച്ചത് എന്റെ അമ്മയായിരുന്നു. ശരി, വരൂ. സൂക്ഷിച്ചോ. രാജു, എന്റെ കൈയൊന്ന് പിടിക്കൂ. പിടിക്കൂ രാജു.